കാൽവരി ബലിയുടെ സ്നേഹം പൗരോഹിത്യത്താൽ നുകരുന്ന വൈദികൻ. ഇത് യൗസേ പിതാവിന്റെ വിശുദ്ധി പ്രഘോഷിക്കുന്ന ഒബ്ലൈറ്റ്സ് ഓഫ് സെയിന്റ് ജോസഫ് OSJ സഭയുടെ ഇന്ത്യൻ പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ യാക്കോബി OSJ. KCBC റിലീജിയസ് കമ്മീഷൻ മുൻ സെക്രട്ടറിയായും KCMS മുൻ പ്രസിഡന്റായും കോട്ടപ്പുറം രൂപതയുടെ മുൻ വികാരി ജനറലായും സേവനം നിർവഹിച്ച സെബാസ്റ്റ്യൻ യാക്കോബി അച്ഛൻ തന്നെ നയിക്കുന്ന ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ ജക്കോബി OSJ, ഒബ്ലൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സന്യാസ സഭയിലെ ഒരു അംഗമാണ്. എൻ്റെ ജന്മദേശം കൊടുങ്ങല്ലൂരടുത്തുള്ള മതിലകമാണ് സെയിൻറ്റ് ജോസഫ്സ് ലാറ്റിൻ ചർച്ച്. ഞങ്ങളുടെ വീട്ടിൽ പപ്പയും അമ്മയും ഞങ്ങൾ 5 മക്കളുമാണ്. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ഞാൻ വീട്ടിലെ 3ാമത്തെ മകനാണ്. എൻ്റെ താഴെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരണമടഞ്ഞു. മറ്റൊരു 3 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളുമായിട്ട് ഇന്ന് മതിലകത്ത് തന്നെ താമസിക്കുകയാണ്. ഒബ്ലൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് സന്യാസ സഭയുടെ അംഗമെന്ന നിലയിൽ 37 വർഷമായി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ആദ്യത്തെ ഒരു 9 വർഷക്കാലത്തോളം ഇന്ത്യൻ ഡെലഗേറ്റായിട്ട് OSS സഭയുടെ ഇന്ത്യൻ മിഷൻ്റെ ഡെലഗേറ്റായിട്ട് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം 12 വർഷത്തോളം OSJ ഇൻ്റർനാഷണൽ സഭയിലെ വികാർ ജനറലായിട്ട് സേവനമനുഷ്ഠിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. 2012 ഞാൻ റോമിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തി. ഇവിടെ സഭയുടെ വികാർ പ്രൊവിൻഷ്യൽ എന്ന നിലയിൽ 3 വർഷവും കോട്ടപ്പുറം രൂപതയുടെ വികാർ ജനറലായി 3 വർഷവും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ 5 വർഷമായി OSS സഭയുടെ ഇന്ത്യൻ പ്രൊവിൻഷ്യലായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 3 വർഷത്തോളം KCBCയുടെ റിലീജിയസ് കമ്മീഷൻ സെക്രട്ടറിയായും KCMS കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിൻ്റെ പ്രസിഡൻറ്റുമായും 3 വർഷക്കാലത്തോളം സേവനമനുഷ്ഠിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കൂടാതെ ഇപ്പോൾ കോട്ടപ്പുറം രൂപതയിലെ സന്യസ്തർക്ക് വേണ്ടിയുള്ള എപ്പിസ്കോപ്പൽ വികാരുമായിട്ട് സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ഭക്തി കുഞ്ഞുനാളിൽ തന്നെ വളർത്തിയെടുക്കുവാനായിട്ടുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം പ്രത്യേകിച്ച് അമ്മയുടെ ദിവ്യകാരുണ്യ ഭക്തിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വീട് പള്ളിയിൽ നിന്നും ഏകദേശം 5 മിനിറ്റ് നടന്നാലെത്താവുന്ന ദൂരത്തിലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അമ്മ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുമായിരുന്നു. കൂടാതെ മക്കളായ ഞങ്ങളെയും രാവിലെ തന്നെ റെഡിയാക്കി കുർബാനക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആ വിധത്തിലാണ് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി എന്നിൽ വളർന്നു വരാനായിട്ട് കാരണമായി തീർന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യമില്ലാത്തൊരു ദിവസം പോലും അമ്മയ്ക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടവക പള്ളിയിൽ ഏതെങ്കിലും കാരണത്താൽ കുർബാനയില്ലെങ്കിൽ തന്നെയും അടുത്തുള്ള പള്ളിയിലേക്ക് അമ്മ പോകുമായിരുന്നു. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി അത്രയ്ക്കും ശക്തമായിട്ടാണ് അമ്മയിൽ ഞങ്ങൾ ദർശിച്ചിരുന്നത്. ഈ ഒരു ഭക്തിയിൽ ഞങ്ങൾക്കും വളരുവാനായിട്ട് സാധിച്ചു. ഞങ്ങളെ വളർത്തുകയും ചെയ്തു. പ്രത്യേകമായിട്ട് ഞായറാഴ്ചത്തെ ദീപബലിക്കുള്ള ഒരുക്കം വളരെ വലുതായിരുന്നു. എല്ലാ ശനിയാഴ്ചയും അമ്മ ഞങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കുമായിരുന്നു. അത് ഞാൻ വളരെ ഒരുക്കത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എല്ലാ ശനിയാഴ്ചയുമുള്ള കുമ്പസാരം, ഞായറാഴ്ച ആഘോഷമായിട്ടുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കുമായിരുന്നു. പിന്നെ ആദ്യ ദിവ്യകാരുണ്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ ദിവ്യകാരുണ്യ ദിവസം, ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ ദിവസം എല്ലാവിധത്തിലും ഒരുക്കപ്പെട്ടിരുന്നുവെങ്കിലും അന്നേ ദിവസം അമ്മക്ക് വളരെ
കലശലായ പനി പിടിപെടുകയും എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ നമുക്ക് പങ്കെടുക്കുവാനും സാധിച്ചില്ല. പപ്പയാണെങ്കിൽ ജോലി സ്ഥലത്തുമായിരുന്നു. അപ്പോൾ ഞാനിന്നും വളരെ വിഷമത്തോടുകൂടി ഓർക്കുന്നൊരു കാര്യം അതാണ്. ദിവ്യകാരുണ്യത്തിന് ഞാൻ ദേവാലയത്തിലേക്ക് പോകുന്നത് തനിച്ചായിരുന്നു, തിരിയും മുൾമുടിയും എല്ലാം സ്വീകരിച്ചുകൊണ്ട്. അപ്പം അന്നേ ദിവസം വലിയൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ദിവ്യബലി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ദേവാലയത്തിൻ്റെ വരാന്തയിൽ നിൽക്കുന്ന സമയം ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ളൊരു മഴയും ഇടിവെട്ടും സംഭവിച്ചു. ആ ഇടിവെട്ട് വളരെ ശക്തമായിരുന്നു. അത് ആ വരാന്തയിൽ തന്നെ ശക്തമായിട്ട് ഇടിമിന്നൽ ഏൽക്കുകയുണ്ടായി. അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്, വലിയൊരു തീക്കട്ടി വന്ന് വീഴുന്ന മാതിരി. പക്ഷേ ഞാൻ അതിനെപ്പറ്റി അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല. കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ അമ്മയോട് ഞാൻ വിവരിക്കുമ്പോൾ അമ്മയുടെ ചേച്ചി വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു. വല്യമ്മൻ്റെ മുട്ടിന് താഴെ തടവിക്കൊണ്ട് മണത്തി നോക്കിയപ്പോൾ എൻ്റെ രോമങ്ങളെല്ലാം കത്തിയിരിക്കുകയാണ്. അപ്പോൾ അവസരത്തിൽ വല്യമ്മ പറയും, എൻ്റെ മോനെ കർത്താവ് രക്ഷിച്ചു, എന്ന് തന്നെ തട്ടിപ്പോകേണ്ടതായിരുന്നു എന്നുള്ളത്. അത് അതിദിവ്യകാരുണ്യ സംഭവത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വലിയ ഒരു ചിന്തയാണ്. അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ഈ പ്രഥമ ദിവ്യ കാരുണ്യത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ പങ്കെടുത്ത് അത് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയുമായിരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. എൻ്റെ ദൈവവിളിയായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ നിന്നാണ് എൻ്റെ ദൈവവിളി ലഭിച്ചതെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. കുഞ്ഞുനാൾ മുതൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് തന്നെയാണ് ഞാൻ മുട്ടുകുത്തി നിന്നിരുന്നത്. ഒരു ദിവസം വൈദികൻ തൻ്റെ കരങ്ങളിൽ കാസയെടുത്ത് വിലാസെടുത്ത്, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ വചനങ്ങൾ വൈദികൻ ദിവ്യമലി മധ്യേ ചൊല്ലിയിരുന്നപ്പോൾ ഒരു ദിവസം പ്രത്യേകമായിട്ട് എന്തൊരു ആകർഷണം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ വലിയൊരു ശക്തി എന്നെ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതേ നിമിഷത്തിൽ തന്നെ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഒരു ദിവസം ഇതുപോലെ ഞാനും എൻ്റെ കരങ്ങളിൽ കാസയെടുത്ത് പിലാസയെടുത്ത് ഈ തിരുവചനങ്ങൾ ആവർത്തിക്കും. ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ആ നിമിഷം മുതൽ വൈദിക ജീവിതത്തോടുള്ള വലിയൊരു താല്പര്യം എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്നു.
അത് പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും ശക്തമായിട്ട് പ്രവേശിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പലപ്പോഴും തന്നെ കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് അമ്മച്ചി വീട്ടിലില്ലാത്ത സമയത്തെല്ലാം എല്ലാ കൂട്ടുകാരെയും വിളിച്ച് കുർബാന ചൊല്ലി കളിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലെ ഡൈനിങ് ടേബിൾ വലിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അതിൽ വിരിച്ച് 2 തിരികളെല്ലാം കത്തിച്ച് ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസ്സോ എടുത്ത് കാസക്ക് പകരം ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഓസ്തിക്ക് പകരമായിട്ട് നേരത്തെ തന്നെ വീട്ടിൽ ഈ കപ്പയെല്ലാം വാങ്ങിക്കുമ്പോൾ അതെല്ലാം വളരെ നേരിയ കനത്തിൽ മുറിച്ച് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഓസ്തിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ കുർബാന ചൊല്ലിയിരുന്നത്. അപ്പം ഞാൻ തന്നെയാണ് കുർബാനയ്ക്ക് പ്രധാന നേതൃത്വം വഹിക്കുന്നത്. മറ്റു 2 പേരും ഓൾട്ടർ ബോയ്സായിട്ട് നിൽക്കും. ബാക്കിയുള്ളൊരു പാട്ടുകാരും കാഴ്ചക്കാരും ഒക്കെ ആയിട്ട് അതിൽ പങ്കെടുക്കുമായിരുന്നു. അന്ന് ഞാനിത് പറയുന്നത് 1965-70 ആ കാലഘട്ടത്തിലാണ്. കുർബാനയെല്ലാം ലത്തീൻ ഭാഷയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു 5 വർഷത്തോളം. 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയും അൾത്താര ശുശ്രൂഷകനായിരുന്നു. അപ്പം അന്നെല്ലാം കുർബാനയ്ക്ക് കൂടിയിരിക്കുമ്പോൾ ലത്തീൻ ഭാഷ അറിയില്ല എങ്കിലും മലയാളത്തിലെ ലാറ്റിൻ ഭാഷ എഴുതിയിട്ട് അത് നമ്മൾ മറുപടിയായിട്ട് ആവർത്തിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കളിച്ചിരുന്നത്. അതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഈ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വളരെയധികം വളർന്നു വരുവാൻ, വളർത്തിയെടുക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നു. ആ ഒരു ചൈതന്യത്തിലാണ് പിന്നീട് ഞാൻ വൈദിക ജീവിതം തിരഞ്ഞെടുക്കുന്നതും ഒരു വൈദികനായി തീരുന്നതും. 1975 ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചു. 1986 റോമിൽ വെച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. അവിടെ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് 37 വർഷത്തോളം വൈദികനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ 37 വർഷങ്ങളിലും കാരണം കൂടാതെ ഒരു ദിവ്യബലി പോലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസത്തെയും ദിവ്യബലി ആരംഭം മുതൽ ഞാനത് എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അർപ്പിച്ച ദിവ്യബലി 16,337 ബലിയാണ് ഞാൻ ഇന്ന് അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദിവ്യകാരുണ്യം കൂടാതെയുള്ള ഒരു ജീവിതം എനിക്ക് വിഭാവനം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും കാരണവശാൽ അതിരാവിലെ തന്നെ യാത്ര ആരംഭിക്കേണ്ടി വന്നാലും അതിനു മുമ്പ് തന്നെ ദിവ്യബലിയെ അർപ്പിച്ചിട്ട് മാത്രമേ ഞാൻ യാത്ര തുടങ്ങുകയുള്ളൂ. ആ വിധത്തിൽ ദിവ്യകാരുണ്യവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പൗരോഹിത്യം ഈ 37 വർഷം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യകാരുണ്യത്തിലുള്ള ആഴമായ വിശ്വാസവും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചതില്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്നത് ഞാനൊരു അൾത്താര ബാലകനായി ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമാണ്. അനുദിനം ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നപ്പോൾ വൈദികൻ
ശുശ്രൂഷ വചസ്സുകൾ അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം. കാസയെടുത്ത് വൈദികൻ പറയുകയാണ്, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാനെന്ന് പറഞ്ഞ് വൈദികൻ തിരുവോസ്തി ഉയർത്തുമ്പോഴും കാസ ഉയർത്തിപ്പിടിക്കുമ്പോഴുമെല്ലാം ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്ന കാരണവന്മാരുടെ വിശ്വാസ ചൈതന്യം അതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. വൈദികൻ ഇതുപോലെ ഓസ്തിയെടുത്തുയർത്തി കാസയെടുത്തുയർത്തി നിൽക്കുമ്പോഴെല്ലാം ഈ കാരണവന്മാരെല്ലാം ഉച്ചസ്വരത്തിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ചൊല്ലിക്കൊണ്ട് കുമ്പിട്ട് ആരാധിച്ചിരുന്ന നിമിഷങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഓരോ ദിവ്യബലിയിലും നാം അർപ്പിക്കുന്ന അപ്പം, ഓസ്തി, വൈദികൻ്റെ ശുശ്രൂഷ വചസ്സുകളിലൂടെ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ മാംസവുമായിട്ട് തീരുന്നു. സജീവനായ ദൈവം പൂർണ്ണമായ രൂപത്തിൽ സത്യത്തിൽ ആ തിരുവോസ്തിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള വിശ്വാസ സത്യം അതൊരു വൈദിക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. കാരണം പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ദേവാലയങ്ങളെല്ലാം സന്ദർശിക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും വൈദിക ജീവിതത്തിൽ, വൈദികരുടെ ജീവിതത്തിൽ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ കുറവ്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ സജീവനായ ദൈവം ഈ തിരുവോസ്തിയിൽ പൂർണ്ണമായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ദിവ്യബലി അർപ്പിച്ചിരുന്ന സന്ദർഭങ്ങളെല്ലാം ദൈവം തന്നെ ഇടപെട്ട് അത് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ ശരീരമാണ്, രക്തമാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം അത്ഭുതങ്ങൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളുടെ സാധാരണ മനുഷ്യരുടെ വിശ്വാസ ചൈതന്യമാണ് കൂടുതലായിട്ട് ദിവ്യകാരുണ്യ ഭക്തി. അതായത് തിരുവോസ്തിയിൽ പൂർണ്ണമായും സജീവമായും സത്യമായും ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. പാലസ്തീനായിൽ അത്ഭുതങ്ങൾ ചെയ്ത് കടന്നുപോയ ഈശോ അനുദിനം ദിവ്യബലിയിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു ചൈതന്യമാണ് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും അർപ്പിക്കുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലുള്ള ആഴമായ വിശ്വാസവും ഭക്തിയും എന്നിൽ വളർന്നു വരുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ദിവ്യകാരുണ്യ ഭക്തി ആദ്യം വളർത്തിയെടുത്തത് പരിശുദ്ധ അമ്മ തന്നെയാണ്. കാരണം അമ്മയുടെ ഉദരമാണ് പ്രഥമ സക്രാരി. പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും യേശുവിനെ വഹിച്ചുകൊണ്ട് തൻ്റെ ജീവിതം
വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ദിവ്യകാരുണ്യത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തു. അവിധത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം വളരെയധികം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന ദേവാലയങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ദിവ്യകാരുണ്യ ഭക്തിയാണ്. അതിലൂടെ പരിശുദ്ധമ്മ യേശുവിലേക്ക് എല്ലാവരെയും ഇന്ന് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമിൽ ഞാൻ 12 വർഷം സഭയുടെ വികാർ ജനറലായി സേവനമനുഷ്ഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന ദേവാലയങ്ങൾ സന്ദർശിക്കുവാനും അവിടെ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. പോളണ്ടിലെ ചെത്സക്കോവയിലുള്ള കറുത്ത മാതാവിൻ്റെ ദേവാലയം, മെക്സിക്കോയിലുള്ള ഗോദലൂപ്പയുടെ ദേവാലയം, അതുപോലെ ബ്രസീലിലെ അപരിസീതായുടെ ദേവാലയം, ഫ്രാൻസിൽ ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം, പോർച്ചുഗലിലെ ഫാത്തിമയുടെ ദേവാലയം, അതുപോലെ ഇറ്റലിയിൽ ലൊറേത്തോ ദേവാലയം, ഒമ്പൈ മാതാവിൻ്റെ ദേവാലയം, ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലെല്ലാം സന്ദർശിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ദിവ്യകാരുണ്യ ഭക്തി നമ്മളിൽ അറിയാതെ വളർന്നു വരുന്നുണ്ട്. അത് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഒരവസരത്തിൽ ലൂർദിൽ സന്ദർശനം നടത്തുന്ന അവസരത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം വൈദികൻ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താറുണ്ട്. ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ചത്വരത്തിൽ ദേവാലയത്തിൻ്റെ മുന്നിൽ ഈ വൈദികൻ ദിവ്യകാരുണ്യവുമായി എഴുന്നള്ളുമ്പോൾ, പ്രദക്ഷിണത്തിന് ആരംഭം കുറിച്ച് അതിലെ നടന്നു നീങ്ങുമ്പോൾ, രണ്ടു വശത്തുമായി തിങ്ങിക്കൂടിയിരിക്കുന്ന പലവിധത്തിലുള്ള രോഗികൾ, തളർവാദ രോഗികൾ, കിടപ്പ് രോഗികൾ, കുരുടർ, കേൾവിയില്ലാത്തവർ, ഇങ്ങനെ എല്ലാവരും ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ വളരെ ഉച്ചത്തിൽ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം ഭാഷയിൽ അലറി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. യഥാർത്ഥത്തിൽ യേശുനാഥൻ പാലസ്തീനയിലൂടെ കടന്നുപോയപ്പോൾ ഈശോയ്ക്ക് ചുറ്റും കൂടിയിരുന്ന ഇவ்விധത്തിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ, എൻ്റെ മേൽ കനിവുണ്ടാകണമേ. ലൂർദ് സന്ദർശിച്ച് അനുഭവമുള്ള വ്യക്തികൾക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എനിക്കും സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ആ സമയത്ത് ധാരാളം രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഇന്നും പരിശുദ്ധമ്മ ദിവ്യകാരുണ്യത്തിലൂടെ തൻ്റെ സഭയിലുള്ള ശക്തി പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം ചെയ്യാൻ ഈശോയെ നിർബന്ധിച്ച അമ്മ ഇന്നും ദിവ്യകാരുണ്യത്തിലൂടെ തന്നെ സമീപിക്കുന്നവർക്ക് അനുഗ്രഹം നൽകാനും അവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും ഈ പരിശുദ്ധ കന്യകാമറിയം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിശ്വാസ ചൈതന്യം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ശക്തമായിട്ടുണ്ട്. ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും സജീവനായ യേശുനാഥൻ ദിവ്യബലിയിൽ സന്നിഹിതനാണ് എന്നുള്ള വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഓരോ ദിവ്യബലിയും വളരെ കൃതജ്ഞതാപൂർവം ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് തന്നെ അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വൈദികൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുള്ളവനാണ്. കാരണം സജീവനായ യേശുവിനെ മനുഷ്യർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായി, ഉപകരണമായി
ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നതിൽ. ഇതോടൊപ്പം എനിക്ക് പറയുവാൻ സാധിക്കുന്ന എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ പലവിധത്തിലുള്ള അധികാരങ്ങൾ ഏറ്റെടുത്തിരുന്ന അവസരങ്ങളിലും ഇപ്പോഴും പൊതുവായിട്ടും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന നിമിഷങ്ങളിലെല്ലാം എല്ലാ നിയോഗങ്ങളും ദിവ്യബലിയിൽ ഈ കാസയിലും പിലാസയിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ഇടപെടൽ മൂലം അത് പരിഹരിക്കപ്പെടുന്നു എന്നതാണ് സത്യം. ഈ വിധത്തിൽ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി വ്യക്തി ജീവിതത്തിൽ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ദിവ്യകാരുണ്യനാഥൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് വളരെ ശാന്തമായിട്ട് തന്നെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിൽ ഒരു വൈദികനായി തീർന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യം അർപ്പിക്കുന്നതിലും ദിവ്യകാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു കൃതജ്ഞതാ ബലിയും അർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രഥമ ബലിയും അവസാനത്തെ ബലിയുമായി ഭക്തിയോടുകൂടി അർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് ദൈവം എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തെ ഓർത്ത് ഈ ജീവിതം തന്നെ ബലിയായി അർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.